Good morning. Levy and collection of tax under GST is the topic of today's class. What is levy? Levy means imposing tax. ടാക്സ് ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് ചുമത്തുക ഈടാക്കുക എന്നുള്ളതിനൊക്കെ യൂസ് ചെയ്യുന്ന ടേമാണ്. അതിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലെവി. ലെവി എന്ന് പറഞ്ഞാൽ ടാക്സ് ഈടാക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെ GST അണ്ടറിൽ എങ്ങനെയാണ് ലെവി അല്ലെങ്കിൽ ടാക്സ് ഈടാക്കുന്നത് എന്നുള്ളതാണ്, അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GST is levied on supply of all goods and services except alcoholic liquor for human consumption. Human consumption ഉള്ള ആൽക്കഹോളിക് ലിക്കർ അല്ലാത്ത എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സപ്ലൈക്കും GSTയിൽ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു സബ്ഹെഡിങ് ആണ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് അണ്ടർ GST. എന്താണ് സെസ്? What do you mean by cess? Cess means additional tax charged for specific purpose. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നിലവിലുള്ള ടാക്സിന് പുറമെ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന ടാക്സിനാണ് നമ്മൾ സെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രളയ സെസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ GSTയിലും സെസ് ഉണ്ട്. GSTയിലെ സെസ് ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ഫോർ ലോസ് ഡ്യൂ ടു ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് സ്റ്റേറ്റുകൾക്കുണ്ടായ ലോസ്, നഷ്ടം, അതിന് കോമ്പൻസേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്, കോമ്പൻസേഷൻ എന്നുള്ള നിലക്കാണ് GSTയിൽ സെസ് ഈടാക്കുന്നത്. ഈ സെസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈക്കുണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്കും ഈടാക്കുന്നുണ്ട്. അടുത്ത സബ്ഹെഡിങ് ആണ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് SGST, UTGST, CGST ആൻഡ് GST. IGST. Section 9 is charging section under GST. GSTയിൽ ടാക്സ് ചാർജ് ചെയ്യുന്ന സെക്ഷൻ ആണ് 9 എന്ന് പറയുന്നത്. CGST, UTGST ആൻഡ് SGST, അതായത് സെൻട്രൽ GST, യൂണിയൻ ടെറിട്ടറി GST ആൻഡ് സ്റ്റേറ്റ് GSTs are charged ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള സപ്ലൈക്കാണ് ഈ ടാക്സുകളൊക്കെ ചാർജ് ചെയ്യുന്നത്. CGST ആയാലും SGST ആയാലും UTGST ആയാലും ഇത് മൂന്നും ചാർജ് ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ്. ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. നെക്സ്റ്റ് IGST, integrated GST, is charged for interstate supply of goods and services. IGST on imported goods charged in accordance with the provisions of Section 3 of Customs Tariff Act. Custom Tariff Act ന്റെ Section 3 പ്രകാരമാണ് GST ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ IGST ഇമ്പോർട്ട്, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും IGST അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് പരിഗണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ IGST ഇമ്പോർട്ടഡ് ഗുഡ്സിന് ചാർജ് ചെയ്യുന്നത് കസ്റ്റം താരിഫ് ആക്ടിൽ പറയുന്ന സെക്ഷൻ 3 പറയുന്ന റൂൾ അനുസരിച്ചാണ്. ഇനി നെക്സ്റ്റ് സബ്ഹെഡിങ് ആണ് റേറ്റ്സ് ഓഫ് CGST, IGST, SGST ആൻഡ്
UTGST. ഈ പറയുന്ന ടാക്സുകളുടെയൊക്കെ റേറ്റാണ്, നിലവിലുള്ള റേറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റേറ്റ്സ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് on the recommendation of GST Council are 5%, 12%, 18% and 28%. അപ്പോൾ 4 ടാക്സ് സ്ലാബുകളാണ് GSTയിലുള്ളത്. 5%, 12%, 18% and 28%. നെക്സ്റ്റ് ആണ് IGST will be approximately total CGST, SGST and UTGST. IGST സാധാരണഗതിയിൽ ഇതിന്റെ ടോട്ടൽ ആയിരിക്കും. CGSTയും SGSTയും ഇത് രണ്ടും കൂടി കൂടിയതായിരിക്കും IGST, അല്ലെങ്കിൽ CGSTയും UTGSTയും. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന 2 ടാക്സ് ആണ്. സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ അവിടെ CGST ഉണ്ടാവും, SGST ഉണ്ടാവും. സോറി, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള സപ്ലൈക്കാണല്ലോ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം. അപ്പൊ ആ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് CGST, SGST. അതിന് ഇൻട്രാ യൂണിയൻ ടെറിട്ടറി ആവാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുക CGST, UTGST ആണ്. അപ്പൊ CGSTയും UTGSTയും കൂടി കൂടിയത്, അല്ലെങ്കിൽ CGSTയും SGSTയും കൂടി കൂടിയതാണ് ആ ഒരു ചാർജ് ആയിരിക്കും IGSTക്ക് ഉണ്ടാവുക. ഇപ്പൊ ടാക്സ് റേറ്റ് 5%, 12%, 80% and 28% പറഞ്ഞു. ഇത് ഇന്റഗ്രേറ്റഡ് ആണ്. ഇന്റഗ്രേറ്റഡ് ചാർജ് ആയിരിക്കും ഇത് സാധാരണഗതിയിൽ. ഇപ്പൊ 18% ആണെങ്കിൽ അവിടെ SGST 9%, അതേപോലെ CGST 9% ആയിരിക്കും. അതാണ് പറഞ്ഞത് IGST എപ്പോഴും CGSTയും SGST കൂടി കൂടിയതാവാം. സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ CGSTയും UTGSTയും കൂടി കൂടിയതാവാം. ആ മൊത്തം ടാക്സ് ആണ് അതിൽ ചാർജ് ചെയ്യണം. ഇനി മാക്സിമം ഓഫ് CGST ഈസ് 20%. CGST മാക്സിമം 20% ആവാം. എന്നാൽ IGST മാക്സിമം ഈസ് 40%. അത് മാക്സിമം ചാർജ് ചെയ്യാവുന്ന ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് പറയുന്നത് 40% ആണ്. പക്ഷെ നിലവിലുള്ളതിൽ 28 ആണ് മാക്സിമം ഉള്ളത്, നിലവിലെ ടാക്സ് സ്ലാബ് പ്രകാരം. അപ്പൊ ഇത്രയാണ് റേറ്റ്സ് ഓഫ് ടാക്സ് എന്നുള്ള ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ടാക്സ് പേയബിൾ ബൈ ദി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, ECO. ECO ചാർജ് ചെയ്യുന്ന GST ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The government may notify a special category of services, the taxes of which paid by ECO, Electronic Commerce Operator, on the recommendation of GST Council. GST കൗൺസിലിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ചില സ്പെസിഫിക് സർവീസസിന് ECO ടാക്സ് എന്റെ കയ്യിൽ നിന്നും GST ഈടാക്കുന്നുണ്ട്. ECO എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അത് ഈടാക്കുക ആ ടെറിട്ടറിയിൽ, ടാക്സബിൾ ടെറിട്ടറിയിൽ, ആ ഏരിയയിൽ ECO അവൈലബിൾ ആണെങ്കിൽ അയാളാണ് ആ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ. If there is no ECO, his representative may liable to pay tax. ECO അവൈലബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും ആ ടാക്സ് പേ ചെയ്യുന്നത്. ഇനി ECOയും
അതേപോലെ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവും അല്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ the person appointed by ECO is liable to pay tax. ECO ഏൽപ്പിച്ച ആളാണ് ആ GST ചാർജ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥൻ. ഇത്രയാണ് ഈ ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.